മറ്റു വാർത്തയിലേക്ക് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ്. CPM-മായി ഇത്തവണ സഖ്യമോ ധാരണയോ ഉണ്ടാകില്ല. ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗേഷ്, നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യം എന്നുള്ള കാര്യം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. അതിൽ ഒരുപാട് ആലോചനകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സഖ്യം കൊണ്ട് എന്ത് പ്രയോജനം എന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം കേരളത്തിലെ സാഹചര്യങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ഏതായാലും ബംഗാളിൽ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ വിശദമായൊരു ചർച്ച തന്നെ നടന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ PCC അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ ചുമതല, ബംഗാളിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തു. ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവാണ്, ബംഗാളിൽ നിന്നുള്ള നേതാവാണ്. അവരും വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പൊതുധാരണയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ളത്. സംസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ആവശ്യം ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നേതാക്കൾ അതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത്. മിർ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സാധാരണക്കാരുടെയും ഒക്കെ തന്നെ ഏറെ നാളുള്ള ആവശ്യമാണ്. കോൺഗ്രസ് ഈ സഖ്യം വേണ്ടതില്ല, ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നു ഇത്തരത്തിൽ ഇടതു പാർട്ടികളുമായും മറ്റുള്ള ചെറു പാർട്ടികളുമായുള്ള സഖ്യം. അപ്പോൾ സ്വാഭാവികമായും ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാട് പാർട്ടി അറിയിച്ചു. അതിനിപ്പോൾ ഏതായാലും ദേശീയ നേതൃത്വം അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മിർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 മമതാ ബാനർജി അവിടെ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 ഇടതു പാർട്ടികൾ CPM-മായി സഹകരിച്ചാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. 2016 ഈ സഹകരണം കൊണ്ട് നേട്ടമുണ്ടായത് കോൺഗ്രസിനാണ്. കാരണം മുഖ്യ പ്രതിപക്ഷമായി അന്ന് CPM അല്ല വന്നത്, കോൺഗ്രസ് ആണ് വന്നത്. 2021 വന്നു കഴിഞ്ഞാൽ ഈ സഖ്യം രണ്ടു പാർട്ടികൾക്കും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. കാരണം രണ്ടു പാർട്ടികൾക്കും ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. 2024 ഈ സഖ്യം ഉണ്ടായെങ്കിൽ പോലും അതിൻ്റെ ഗുണമുണ്ടായില്ല. അപ്പോൾ ഈ സഖ്യം കൊണ്ട് വലിയ നേട്ടമില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ബംഗാൾ ഇതിനോടകം തന്നെ ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. CPM-ന് പഴയ ശക്തിയില്ലെങ്കിൽ പോലും വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ള വോട്ടുകളുണ്ട്. കോൺഗ്രസും ഇപ്പോൾ മത്സരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വശത്ത് തൃണമൂൽ സഖ്യം, BJP, ഒപ്പം തന്നെ ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, അങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ഇത്തവണ ഏതായാലും ബംഗാൾ കടക്കുകയാണ്. CPM നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം BJP വിരുദ്ധ ശക്തികളും ഒപ്പം തന്നെ തൃണമൂൽ വിരുദ്ധ ശക്തികളും എല്ലാം തന്നെ ഒന്നിച്ച് കൈകൊടുക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വം ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ശരി, ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.